ഏവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 26 ആണല്ലേ. നമ്മൾ 1 to ഡേ 25 വരെയും നമ്മൾ പ്രാക്ടീസ് ചെയ്തു. എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു. അമേസിംഗ് ആയിട്ടുള്ള പ്രാക്ടീസുകളായിരുന്നു എല്ലാം തന്നെ. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഡേ 26-ലാണുള്ളത് അല്ലേ. ഈ ഡേ 26-ലെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മിസ്റ്റേക്കുകൾക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുന്നതാണ്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം, ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകാം, പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. മനുഷ്യരല്ലേ, ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ആ മിസ്റ്റേക്കുകളെ എല്ലാം നമ്മൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് പിന്നെയും പോകത്തില്ല എന്ന് മൈൻഡിലൊരു തീരുമാനം എടുത്തുകൊണ്ട് ആ മിസ്റ്റേക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും നമ്മളൊരു പോസിറ്റീവ് തരത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. റോണ്ട ബേണിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, നമുക്ക് തന്നെ ഫൊർഗീവ്നെസ് കൊടുക്കുക. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ വളരെ മുന്നേയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഈ സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുകയാണ്. അവിടെ നമുക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുന്നുണ്ട്. നമ്മളോട് തന്നെ ഫൊർഗീവ്നെസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ മൈൻഡ് നമുക്ക് ഒരു 100 കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുതരും. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാല്, ഒരു ഓവർ സ്പീഡായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ നമ്മളെ പോലീസ് പിടിക്കുന്നു, നമുക്ക് ഫൈന് അടിച്ചു തരുന്നു. ഇവിടെ നോർമലി ഉള്ള നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? നെഗറ്റീവ് മൈൻഡ് സെറ്റിലുള്ളവര് നമ്മൾ ഒരു 100 എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങൂലേ. ഞാൻ അത്രയും സ്പീഡൊന്നും ആയിരുന്നില്ല, അയാള് വേറെങ്ങാട്ടേക്ക് നോക്കി നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ടാണ്, മന്ത് അല്ലേ, അതാ ഇതാ മറ്റതാ മറിച്ചതാ എന്നൊക്കെ നമ്മൾ പറയൂലേ. നമ്മളവിടെ ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പോസിറ്റീവ് തിങ്കിങ് നമുക്കുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാല് ശരിക്കും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഓവർ സ്പീഡിൽ വന്നു, അതിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എങ്കിലും നമുക്ക് ആർക്കാണ് അത് നഷ്ടം? നമുക്ക് തന്നെയല്ലേ. ഇനി വേറെന്ത് കാര്യം, നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നമ്മൾ ഓവർ സ്പീഡിൽ വന്നത് കൊണ്ട് ആ പോലീസുകാരൻ നമുക്ക് ഫൈൻ തന്നു. ദാറ്റ് മീൻസ് എന്താ? ആ പോലീസുകാരൻ അയാളുടെ ഡ്യൂട്ടി നന്നായി ചെയ്തു, അതിന് നമ്മൾ താങ്ക് യു പറയുക. അതുപോലെ തന്നെ ഓവർ സ്പീഡിൽ നമ്മൾ വന്നു, അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ അയാൾ ഓർമ്മിപ്പിച്ചു തന്നു നമുക്ക്, അപ്പോഴും നമ്മൾ താങ്ക്സ് പറയുക. ഇനി ആ ഫൈൻ അടയ്ക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായി, ആ പൈസയ്ക്ക് നമ്മൾ നന്ദി പറയുക. ഒരു 100 കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ നമ്മൾ അതിനകത്തുനിന്ന് കണ്ടെത്തുക. നെഗറ്റീവ് ഇൻസിഡന്റിൽ നിന്നും നമ്മളൊരു പോസിറ്റീവ് 10 കാര്യങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അതിന് നമ്മളിങ്ങനെ നന്ദി പറയുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മിസ്റ്റേക്കുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ അതിങ്ങനെ ഓർത്തെടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾക്ക് തന്നെ നന്ദി പറയുക. നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എല്ലാ മിസ്റ്റേക്കുകളും നമുക്ക് ഫൊർഗീവ്നെസ് കൊടുക്കാൻ പറ്റിയ മിസ്റ്റേക്കുകളാണ്. പക്ഷെ അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരിക്കൽ ഫൊർഗീവ്നെസ് കൊടുത്ത് നമ്മുടെ മൈൻഡിൽ നിന്നും അത് വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക, അതങ്ങോട്ട് പോട്ടെ, വിട്ടുകളയുക. പിന്നെ നമ്മൾ ഒരിക്കലും ആ ഒരു സെയിം മിസ്റ്റേക്ക് തന്നെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മുടെ മൈൻഡ് പോവത്തില്ല. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വന്നു, നമ്മൾ മൈൻഡ് ക്ലെൻസിങ് ഒക്കെ നടത്തി, മൈൻഡ് ക്ലിയർ ആയി, നമ്മൾ ഫൊർഗീവ്നെസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ആ ഒരു സ്റ്റാൻഡിലേക്ക്, ഒരു അലൈൻമെന്റിലേക്ക് എത്തിയാൽ നമ്മൾ പിന്നെ ഒരിക്കലും ഒരു മിസ്റ്റേക്കിലേക്ക് നമ്മൾ പോവില്ല. നമുക്കതിന് കഴിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സാണ് മിസ്റ്റേക്സ് ആർ ഓൾവേസ് ഫോർഗിവബിൾ ഇഫ് വൺ ഹാസ് ദ കറേജ് ടു അഡ്മിറ്റ് ദം. നമ്മൾ എപ്പോഴും നമ്മുടെ മിസ്റ്റേക്കുകളെ അഡ്മിറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മുടെ മിസ്റ്റേക്കുകൾ മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും അല്ലേ. അത് പാടില്ല. അത് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് തരുന്നത്. ഈ നെഗറ്റീവ് എനർജി ഉള്ളിൽ കൊണ്ടുനടക്കുമ്പം നമ്മളിലേക്ക് വരുന്നതെല്ലാം നെഗറ്റീവ് തോട്ടും നെഗറ്റീവ് സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും.
നമ്മൾ മിസ്റ്റേക്കുകളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമുക്ക് തന്നെ ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ എങ്ങനെയാ പോസിറ്റീവ് തിങ്സ് കണ്ടെത്തിയതെന്നും ആ ഒരു മിസ്റ്റേക്ക് അവിടെ നടന്നപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിന് അപാരമായ കഴിവുണ്ട് കേട്ടോ, അപാരമായ ശക്തിയുണ്ട്. ഓരോ കാര്യവും നമ്മളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡിന് കഴിയും. അപ്പോൾ എന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ പേര് ഷജീല ഹലീമ, ഞാനൊരു മൗണ്ട് പവർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ചാണ്. തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സുകളൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരെ തീർച്ചയായിട്ടും വാട്സപ്പ് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.